കേരളത്തിൽ എന്ത് ബിസിനസ് ചെയ്താലും ക്ലച്ച് പിടിക്കില്ലെന്ന് പരാതി പറയുന്നവർ ധാരാളമാണ്. എന്നാൽ ചില ബിസിനസ്സുകൾക്ക് കേരളത്തിൽ വലിയ സാധ്യതയാണ് തെളിയുന്നത്. അത്തരത്തിൽ വലിയ സാധ്യതയുള്ള ഒരു സംരംഭത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ആകെ 1-2 മക്കളുള്ള വീടുകളാണ് ഇന്ന് കേരളത്തിൽ അധികവും. പഴയ പോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയൊന്നും ഇന്ന് കേരളത്തിലില്ല. പുതുതലമുറ ഇന്ന് സ്വപ്നം കാണുന്നത് വിദേശത്തേക്ക് ചേക്കേറാനാണ്. ഇനി നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം എന്ന് കരുതിയാൽ വീടിന് തൊട്ടടുത്ത് തന്നെ ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്നവർ വളരെ കുറവുമാണ്. ഭാര്യയും ഭർത്താവും രാവിലെ ജോലിക്ക് പോയാൽ മടങ്ങിയെത്താൻ സന്ധ്യയാകും. രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ ഇവർ തിരികെ വരുമ്പോഴാണ് ട്യൂഷൻ സെൻറ്ററിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരിക. ഇത്തരത്തിൽ തിരക്ക് പിടിച്ച ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നം പോലെ ആ വീടുകളിലെ പ്രായമായവരുണ്ട്. ഇനി വിദേശത്തേക്ക് ചേക്കേറുന്ന ചെറുപ്പക്കാരുടെ വീടുകളുടെ കാര്യമെടുക്കാം. പലരും PR കിട്ടിക്കഴിയുമ്പോൾ മാതാപിതാക്കളെ ഒപ്പം കൂട്ടാറുണ്ട്. ആരോഗ്യമുള്ള മാതാപിതാക്കളെ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. തങ്ങളുടെ കുട്ടികളെ നോക്കാൻ വീട്ടിൽ ആളു വേണം എന്ന ചിന്തയിലാകും പലരും തങ്ങളുടെ മാതാപിതാക്കളെ ഒപ്പം കൂട്ടുക. ചില മാതാപിതാക്കൾ വിദേശത്തേക്ക് പോകാൻ തയ്യാറുമാകില്ല. നാട്ടിൽ നിൽക്കുന്ന ആളുകളും വിദേശത്തേക്ക് ചേക്കേറുന്ന ആളുകളും ഒരുപോലെ നേരിടുന്ന പ്രശ്നമാണ് തങ്ങളുടെ മാതാപിതാക്കളെ ആര് നോക്കും എന്നത്. ഈ ചോദ്യത്തിന് മുന്നിലാണ് കേരളത്തിലെ പുതിയ ബിസിനസ് സാധ്യത വഴി തുറക്കുന്നത്. അതെ, പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കാനുള്ള സ്ഥാപനങ്ങൾ തന്നെ. പണ്ടു നാം പറഞ്ഞു കേട്ട അനാഥാലയങ്ങളല്ല ഇവ, മറിച്ച് ഉല്ലാസകരമായ ഒരു വാർദ്ധക്യ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നവയിൽ അധികവും. ഓൾഡ് ഏജ് ഹോമുകളെന്നോ റിട്ടയർമെൻറ്റ് ഹോമുകളെന്നോ പറഞ്ഞാൽ പോലും ഇത്തരം സ്ഥാപനങ്ങളുടെ ഗ്ലാമർ നഷ്ടമാകും. നല്ല പണം നൽകി തങ്ങളുടെ മാതാപിതാക്കൾക്ക് മികച്ച പരിചരണം ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ഇത്തരം സ്ഥാപനങ്ങൾക്ക് വലിയ സാധ്യത തന്നെയാണുള്ളത്. 5 സ്റ്റാർ സൗകര്യങ്ങളുള്ള റിട്ടയർമെൻറ്റ് ഹോമുകളാണ് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രായമായതോടെ അനാഥാലയങ്ങളിലും ഓൾഡ് ഏജ് ഹോമുകളിലുമാക്കിയെന്ന പരാതിക്ക് പരിഹാരമൊരുക്കുന്നവയാണ് ഈ സ്ഥാപനങ്ങൾ. മികച്ച നിക്ഷേപമായാണ് സംരംഭകരും ഇത്തരം സ്ഥാപനങ്ങളെ കാണുന്നത്. നിശ്ചിത തുക സെക്യൂരിറ്റിയായി നൽകിയാൽ മരണം വരെ പൊന്നുപോലെ നോക്കുമെന്നതാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രത്യേകത. നിലവിലുള്ള സ്ഥാപനങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. വിവിധ പാക്കേജുകളിൽ നല്ല ഭക്ഷണവും വസ്ത്രവും വിനോദോപാധികളും പരിപാലിക്കാൻ ആളുകളും ചികിത്സാ സൗകര്യങ്ങളും എല്ലാമായി സ്വർഗതുല്യമാണ് ഇത്തരം സ്ഥാപനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. സെക്യൂരിറ്റി തുക കൊടുത്ത ശേഷം മാസം തോറും വാടക പോലെ ഒരു തുക നൽകാം. അത്തരം പാക്കേജുകളിൽ മുറിയൊഴിഞ്ഞാൽ ആദ്യ തുകയുടെ നിശ്ചിത ശതമാനം തിരികെ ലഭിക്കും. ജീവിതാവസാനം വരേക്കും നിശ്ചിത തുക നൽകുന്ന രീതിയുമുണ്ട്. അത്തരം പാക്കേജുകളിൽ സെക്യൂരിറ്റി തുക സ്ഥാപനങ്ങൾക്കുള്ളതാണ്. ഇന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ വരും കാലത്ത് നിലവിലുള്ള സ്ഥാപനങ്ങൾ മതിയാകാതെ വരും. ഓരോ പഞ്ചായത്തിലും ഒന്നിലേറെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. കുറച്ച് സ്ഥലവും മികച്ച കെട്ടിടവും ഒരുക്കാനുള്ള പണം കയ്യിലുണ്ടെങ്കിൽ സുരക്ഷിത നിക്ഷേപമായി കണ്ട് ആർക്കും ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാവുന്നതേയുള്ളൂ. ഒരിക്കലും നഷ്ടം വരില്ല എന്ന് ഉറപ്പാണ്.